ഹലോ ഗൈസ്, അപ്പോൾ ഇത് സൺഡേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ അക്കിക്കാവാണുള്ളത്. ഇവിടെ എൻ്റെ നാത്തൂനും മോളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നാത്തൂനും മോളൊക്കെ യു എയിലാണുള്ളത്. അപ്പോൾ മോൾക്ക് വെക്കേഷൻ ആയപ്പോൾ നാട്ടിൽ വന്നതാണേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറഞ്ഞോ. അപ്പം ഇന്ന് നമ്മൾ പെരുമ്പിലാവ് പോവാട്ടോ. പെരുമ്പിലാവിൽ ഇപ്പോൾ ഒരു പുതിയ മാള് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടേക്കൊന്ന് പോവാണ്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഇതാണ് കേട്ടോ എൻ്റെ നാത്തൂൻ, അനുഷ എന്നാണ് പേര്. അപ്പോൾ ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുക. അപ്പോൾ അവിടെ നിങ്ങളും ചേച്ചി എന്നാണ് കേട്ടോ എന്നെ വിളിക്കുക. അപ്പോൾ അമ്മ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചേച്ചി അവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോണത്. അപ്പോൾ മോനാച്ച സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇന്ന് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂട്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. 2 ട്രിപ്പായിട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ് പെരുമ്പിലാവ് കേട്ടോ, അധികം ദൂരമൊന്നുമില്ല. അങ്ങനെ നമ്മൾ മാളിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്, ഫാൽക്കൺ മാളിൽ കേട്ടോ. പെരുമ്പിലാവ് ഫാൽക്കൺ മാളിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ആയിട്ടുണ്ടായിരുന്നു, ഇത് ഓപ്പൺ ആയിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ കുറേ ആയി നമ്മൾ ഇവിടെ വരാൻ വേണ്ടി വിചാരിക്കുന്നു, പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, അച്ഛനെയും കൂട്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു മാൾ വന്നിട്ട് നമ്മൾ പോവാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ. അപ്പോൾ 4 നിലകളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു മാൾ പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ഷോപ്പിലൊന്നും നമ്മൾ കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നത് നാക്സോസ് ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എപ്പോഴും നല്ല തിരക്കാണെന്നൊക്കെയാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാൾ ഓപ്പൺ ആയിട്ട് കുറച്ചായല്ലോ, അത് കാരണം തോന്നുന്നു വലിയ തിരക്കില്ല. എന്നാലും തിരക്കുണ്ട്, സൺഡേ ആണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ പാടെ തന്നെ നമ്മൾ ഫസ്റ്റ് പോയിട്ടുള്ളത് ഈ ഒരു ചോക്ലേറ്റ് മിഠായി ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പിള്ളേരനായിട്ട് പോകുമ്പോൾ നമുക്ക് അധികം നേരമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആദ്യം ചോക്ലേറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിടില്ല. അപ്പോൾ ആളതൊക്കെ പോയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് സ്പീഡപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് നടന്ന് കാണുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കും. പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്കാണെങ്കിലും ഇവിടെ വന്നപ്പോൾ ടൈം പോയത് അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഉപ്പിലിട്ട ഐറ്റംസ് ഉള്ള ഒരു ഏരിയയിലേക്കായിരുന്നു. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പും മുളകൊക്കെ തിരുമ്പിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ, ഒലീവ്സ്, പേരയ്ക്ക, മാങ്ങ, അങ്ങനെ കുറേ ഐറ്റംസ്, ചെറി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം എന്നുള്ളൊരു ഇതിലായിരുന്നു. അവർക്ക് ഒട്ടും ശ്രമം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താലാണ് നമുക്ക് അതൊരു സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടു കൂടി നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട മാങ്ങയായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റേറ്റും കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ടല്ലോ, കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓഫറുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് നെയ്യ് അതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാടൻ മുട്ടയ്ക്കും നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 6 എണ്ണത്തിന് 55 രൂപയോ അങ്ങനെ എന്തോയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാടൻ മുട്ടയ്ക്ക് പുറത്ത് നല്ല റേറ്റ് ഉണ്ട്, 1 എണ്ണത്തിന് 15 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഓഫർ പ്രൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഫിഷ്, അതേപോലെ മീറ്റ് ഐറ്റംസ്, ആ ഒരു ഏരിയയിലേക്കായിരുന്നു. അത് നമ്മൾ കണ്ടേ ഉള്ളൂ, വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു മഷ്റൂം സൂപ്പിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് പാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ അധികം സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് സാധനങ്ങൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അറിയാമല്ലോ, മാളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വെജിറ്റബിൾസ് സൈഡിലേക്കാണ് പിന്നെ വന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ വെജിറ്റബിൾസും ഒന്നും അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല.
ഇപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ആമിക്കുട്ടി അവിടെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ആമിക്കുട്ടി എന്നാണ് ഞങ്ങൾ വിളിക്കുക മോളേനെ. അപ്പോൾ അവളത് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലാക്കിയതിൻ്റെ ശേഷം പുറത്തേക്ക് കടന്നപ്പോൾ നമ്മുടെ ഐസ്ക്രീം കണ്ടു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ അതിനായി അടുത്ത വാശി, ആദിക്ക് പ്രത്യേകിച്ചും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വാശി പിടിക്കൽ കൂടുതലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും ബട്ടർ സ്കോച്ചാണ് പറഞ്ഞത്, പിള്ളേർക്ക് സ്ട്രോബെറിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിത് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ പോയത് നെക്സ്റ്റ് ഫ്ലോറിലേക്കാണ് കേട്ടോ. അതായത് 3rd ഫ്ലോറിലാണ് പോയത്. ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് പ്ലേ ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിള്ളേർ സമ്മതിക്കില്ല, ഇവിടെ പൊളിച്ചടക്കും. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ലിഫ്റ്റ് ഓപ്പൺ ആക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 3rd ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പിസ്സയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നേ, കുറച്ച് ടൈം എടുക്കുമല്ലോ, അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് നമുക്ക് പിസ്സ കയ്യിൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആമിക്കുട്ടി നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ സൈഡിൽ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കണ്ടപ്പോൾ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ മറന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിസ്സ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, ചേച്ചിക്കും കൂടി യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അപ്പോൾ അധികമായിട്ടൊന്നുമില്ല, ഇപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ചേച്ചിയുടെ ചാനലും കൂടി ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനലിൻ്റെ നെയിം വരുന്നത് അനുദാസ് ഒഫീഷ്യൽ എന്നാണ്. അപ്പോൾ ആ ചാനലിൽ കയറിയിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഫൈനലി ഒരുപാട് കാത്തിരിപ്പിനൊടുവിലാണ് കേട്ടോ നമ്മുടെ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയത്. അത് പിന്നെ മാളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ഷമ വേണേ. ഇതുപോലൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു സാധനം കയ്യിൽ കിട്ടുക. അങ്ങനെ നമ്മുടെ സാധനം കയ്യിൽ കിട്ടിയപ്പോൾ നമ്മളിതാ വേഗം കഴിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പ്ലേ ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ത്രില്ലിലാണ് പിള്ളേരും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പ്ലേ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചേച്ചി അവിടെ പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് കാർഡ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാർഡാണ് കേട്ടോ, 500 രൂപയുടെ ഒരു കാർഡാണ്. അപ്പോൾ നമുക്ക് ഏത് റൈഡിൽ വേണമെങ്കിലും കയറാം. അതിനനുസരിച്ചിട്ട് ആ ഒരു ക്യാഷ് അതൊന്ന് വിത്ഡ്രോ ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്താണ് കയറിയിട്ടുണ്ടായിരുന്നത് ആദ്യം. അപ്പോൾ പിള്ളേർക്ക് ഒരുപാട് കളിക്കാൻ പറ്റണ ഐറ്റംസ്, അതേപോലെ തന്നെ ബോൾ പൂളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു സെറ്റപ്പിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ അതിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോക്സും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല സോക്സ് വേണം എന്നുള്ള കാര്യം. അപ്പോൾ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്യാഷും കൂടെ ആ ഒരു കാർഡിൽ നിന്ന് പിടിക്കുന്നുണ്ട്. അങ്ങനെ അവരതിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവിടെ പുറത്ത് അവരെന്നെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്ത് അവിടെ ഇരുന്നു. പിന്നെ ഏകദേശം ഒരു 5 മണി 5:30 ആയോട് കൂടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ ആമിക്കുട്ടിക്ക് കളിച്ചിട്ട് മതിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു ദേഷ്യം ആളുടെ മുഖത്തുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധനങ്ങളുള്ള കാരണം നമുക്ക് ഓട്ടോ വിളിച്ച് പോകാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓട്ടോയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ അടുത്ത് തന്നെ ഓട്ടോ വിളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അമ്മയും ചേച്ചിയും അതുപോലെ തന്നെ ആദിമോനും കൂടിയിട്ട് ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും ആമിയും കൂടിയിട്ട് സ്കൂട്ടിയിലും വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ സ്കൂട്ടിയിലൊക്കെ പോകാൻ നല്ല ഇഷ്ടമാണ്. ആദിക്ക് കൂടുതൽ ഓട്ടോയിൽ പോകാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അവൻ ഓട്ടോയിലും കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം. അപ്പോൾ സൺഡേ ആയിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഇതായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ എല്ലാവർക്കും ബൈ ബൈ.